മാവേലിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ വ്യാജ സത്യവാങ്മൂലവും തെറ്റായ പത്രികയും സ്വീകരിച്ചത് നിയമവിരുദ്ധവും പക്ഷപാതപരവുമാണെന്ന് ഇടതുപക്ഷം. വിചിത്രമായ ഉത്തരങ്ങളും കളവായ വിവരങ്ങളുമാണ് പത്രികയിൽ രേഖപ്പെടുത്തിയതെന്നാണ് ആരോപണം. ബോധപൂർവം മറച്ചുവെച്ചും നാമനിർദ്ദേശ പത്രികയുടെയും 26-ാം നമ്പർ ഫോറത്തിൻ്റെയും ഫോർമാറ്റുകൾ തൻ്റെ ഇഷ്ടപ്രകാരം മാറ്റിമറിച്ചും വരുമാന സ്രോതസ് വെളിപ്പെടുത്തേണ്ട കോളം ഒഴിവാക്കിയും നൽകിയ പത്രികയും വ്യാജ സത്യവാങ്മൂലം സ്വീകരിക്കാൻ പാടില്ലാത്തതാണെന്ന LDF സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിട്ടും പത്രിക സ്വീകരിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി അപലപനീയമാണെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. സുപ്രീം കോടതിയുടെ 2011-ലെ 536-ാം നമ്പർ റിട്ട് ഹർജിയിലുണ്ടായ വിധിയുടെ അന്തസത്തയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും വിരുദ്ധമായിട്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിച്ചതെന്നും അവർ പറഞ്ഞു. ഒരു കേസുണ്ട്. ആ കേസിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്കിതൊന്നും ബാധകമല്ലെന്ന് എന്ന് പറഞ്ഞാൽ കേസും ഒന്നും അദ്ദേഹത്തിന് ബാധകമല്ല എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റാണ് അല്ലല്ലോ. അപ്പം പിന്നെ തികച്ചും വ്യാജവും സത്യവിരുദ്ധവും ഇൻകം ടാക്സ് നിയമങ്ങളുടെ ലംഘനവും നടത്തിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് 2014, 15, 16, 17 കാലങ്ങളിൽ 3,59,000, 4,00,000 ചില്ലുവാന, 5,902 ഇങ്ങനെ തുടങ്ങി വിവിധ ലക്ഷങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വരുമാനം കാണിച്ചിട്ടുണ്ട്. ആ ഗ്രഹവൃത്തിക്കാരിയായ അവർക്ക് എവിടുന്ന ഈ ഇൻകം എന്ന് പറയണ്ടേ? ജനങ്ങൾ അറിയണ്ടേ തൻ്റെ ഭാര്യയുടെയും ആശ്രിതരുടെയും വരുമാനം എന്താണെന്ന്? അത് മറച്ചു വെക്കുക വഴി അദ്ദേഹം സുപ്രീം കോടതിയുടെയും ഭരണഘടനയുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും യഥാർത്ഥത്തിലുള്ള നിർദ്ദേശങ്ങളെ ഉല്ലംഘിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ മത്സരിക്കാനുള്ള യോഗ്യതയില്ല. കൂടാതെ പത്രികയും നിശ്ചിത ഫോറവും സ്വന്തം താൽപര്യപ്രകാരം മാറ്റി സൃഷ്ടിച്ചതായും പത്രികയിൽ ജാതി കോളത്തിൽ വ്യക്തത പാലിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. പത്രികയിൽ കോളങ്ങൾ പൂരിപ്പിക്കുന്നതായിട്ടുള്ള നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചിട്ടില്ലെന്നും ഇടതുമുന്നണി നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ LDF മാവേലിക്കര പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് V. മോഹൻദാസ്, K. സോമപ്രസാദ്, R. രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.